ഓക്കേ, എങ്കിൽ കുട്ടി പോയൊന്ന് ഫ്രഷായി വരൂ. എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്. ഞാൻ തിരിച്ചു വന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം. മധുമിത നിന്നെ റൂം കാണിച്ചു നൽകും. പിന്നെ റൂമിൽ നിനക്ക് വേണ്ട പുതിയ കുറച്ച് ഡ്രസ്സും മറ്റും വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഇനി മുതൽ അത് യൂസ് ചെയ്താൽ മതി. മനസ്സിലായോ? മനസ്സിലായി മാഡം. ആ പിന്നെ, ഇനി മുതൽ ആളുകൾ ഉള്ളപ്പോൾ നീ എന്നെ മാഡം എന്ന് വിളിക്കേണ്ട, രാധു ആൻറ്റി എന്ന് വിളിച്ചാൽ മതി. ശരി, എങ്കിൽ കുട്ടി ചെന്നോളൂ. മധുമിതയോട് അവൾക്ക് റൂം കാണിച്ചു നൽകാൻ പറഞ്ഞിട്ട് രാധിക തൻ്റെ റൂമിലേക്ക് പോയി. മധുമിതയോടൊപ്പം മോഹിനി തനിക്കായി ഒരുക്കിയ റൂമിലേക്കും പോയി. ഫോണിൻ്റെ തുളച്ചു കയറുന്ന ശബ്ദമാണ് ഗാഢമായ ഉറക്കത്തിൽ നിന്നും രുദ്രദർശനെ ഉണർത്തിയത്. നാശം, രാവിലെ തന്നെ മനുഷ്യൻ്റെ ഉറക്കം കളയാനായിട്ട് ഏതവനാണോ ഈ സമയത്ത്? ഒരു ഞരക്കത്തോടെ അവൻ കോൾ അറ്റൻഡ് ചെയ്തു. ഉറക്കച്ചടവോടെ അവൻ സംസാരിച്ചു തുടങ്ങി. ഹലോ, രുദ്ര സ്പീക്കിംഗ്. ഡേയ്, നീ ഇതുവരെ എഴുന്നേറ്റില്ലേ? മറുതലയ്ക്കൽ നിന്നും ചോദ്യമുയർന്നു. വാട്ട് ദി ഹെൽ ഷാൻ, നിനക്കിത് എന്തിൻ്റെ കേടാടാ പട്ടി? രാവിലെ തന്നെ മനുഷ്യൻ്റെ ഉറക്കം കളയാനായിട്ട് വിളിച്ചോളും പന്ന ഡാഷ് മോൻ. ഉറക്കമുറിഞ്ഞ ദേഷ്യത്തിൽ രുദ്രൻ അലറി. ഹോ, ഇതെന്തുവാടേ രാവിലെ തന്നെ പുളിച്ച തെറി? മനുഷ്യന്മാർ ആയാൽ കുറച്ചൊക്കെ മാനേഴ്സ് വേണ്ടേ? നിനക്ക് ഞാൻ മാനേഴ്സ് തരാം. ആരുടെ അമ്മേനെ കെട്ടിക്കാനാടാ നീ ഈ കൊച്ചു വെളുപ്പാൻ കാലത്ത് എന്നെ വിളിച്ച് മിനക്കെടുത്തുന്നത്? വെളുപ്പാൻ കാലമോ? സമയം 8 മണിയാകാൻ പോകുന്നു. അത്രയും സമയമായോ? ഗോഡ്, നീ കാരണമാ ഞാൻ ലേറ്റായത്. എന്തുവാടേ ഇത്? ഞാൻ എന്തോ ചെയ്തു? നിനക്കല്ലായിരുന്നോ ഇന്നലെ ക്ലബിന് പോകണമെന്ന് നിർബന്ധം? അതുകൊണ്ടല്ലേ ഞാൻ ഇന്ന് താമസിച്ചു പോയത്. പക്ഷേ ഉത്തരവാദിത്തം വേണം മോനെ. കണ്ടില്ലേ, നിന്നെപ്പോലെ തന്നെ ക്ലബിന് പോയിട്ട് ഞാൻ രാവിലെ എഴുന്നേറ്റിരിക്കുന്നത്. ഓ, ഉത്തരവാദിത്തമുള്ളൊരു മഹാൻ. എന്നെക്കൊണ്ട് നീ ഇനിയും മലയാളം പറയിപ്പിക്കല്ലേ ഷാൻ. വേണ്ടടാ, നീ അത്രയ്ക്കും റിസ്ക് എടുക്കേണ്ട. അതെ, അത് തന്നെയാണ് എനിക്ക് നല്ലത്. എന്നാ മോൻ ഫോൺ വെക്ക്. ഞാനിനി ഓഫീസിലേക്ക് പോകാൻ റെഡി ആവട്ടെ. അതും പറഞ്ഞ് രുദ്രൻ ഫോൺ വെച്ചു. പിന്നെ എത്രയും പെട്ടെന്ന് ഓഫീസിലേക്ക് പോകാനുള്ള ഓട്ടപ്പാച്ചിലായിരുന്നു. ലാപ്ടോപ്പ്, ബാഗ് എടുത്ത് ഓഫീസിലേക്ക് ഇറങ്ങാൻ നേരം കൃത്യമായ അപ്പാർട്ട്മെൻറ്റിലെ കോളിംഗ് ബെൽ മുഴങ്ങി. ആരായിരിക്കും ഈ നേരത്ത്? അവൻ ആകാംക്ഷയോടെ വാതിൽ തുറന്നു. ഹായ് രുദ്ര, നിറഞ്ഞ പുഞ്ചിരിയോടെ രാധിക വിളിച്ചു. മമ്മ എന്താ പതിവില്ലാതെ ഈ സമയത്ത്? അപ്രതീക്ഷിതമായി രാധികയെ കണ്ട് രുദ്രൻ ചോദിച്ചു. സാധാരണ ഏതെങ്കിലും അവധി ദിവസങ്ങളിൽ മാത്രമേ അമ്മ ഇങ്ങനെ വിസിറ്റിംഗ് നടത്താറുള്ളൂ. ഇതിപ്പോൾ എന്തുപറ്റി? പിന്നെ കൂടെ ഏതാ പുതിയ അവതാരം? ഒരു മഞ്ഞ സൺഡ്രസ് ധരിച്ച സുന്ദരി പെണ്ണ്. അവളുടെ സിൽക്ക് പോലെയുള്ള മുടിയിഴകളും വെളുത്തു തുടുത്ത കവിളുകളും ചായം പൂശിയ ചുണ്ടുമെല്ലാം ആരുമൊന്ന് നോക്കിപ്പോകും, അവൻ മനസ്സിലോർത്തു. അതെന്താ രുദ്ര നീ അങ്ങനെ ചോദിച്ചത്? എനിക്കെൻ്റെ മകനെ കാണാൻ നേരവും കാലവുമൊക്കെ നോക്കണോ? അകത്തേക്ക് കയറിയ രാധിക പരിഭ്രമിച്ചു. ഹേയ്, അതല്ല മമ്മ, ഞാൻ ഓഫീസിലേക്ക് പോകാൻ തുടങ്ങുവായിരുന്നു, അതാ ചോദിച്ചത്. പിന്നെ ഇതാരാ ഈ കൂടെ വന്നിരിക്കുന്നത്? കൂടെ വന്ന പെൺകുട്ടിയെ കാണിച്ചുകൊണ്ട് അവൻ ചോദിച്ചു. മോനെ, ഇത് ദേവിക. ഞാൻ ഇത്തവണ നാട്ടിൽ പോയപ്പോൾ എൻ്റെ ഒരു പഴയ ഫ്രണ്ടിനെ കണ്ടു എന്ന് പറഞ്ഞില്ലേ, അവളുടെ മോളാ. കൂടെ വന്ന മോഹിനിയെ അവൻ രുദ്രന് പരിചയപ്പെടുത്താൻ തുടങ്ങി. ഓ, നൈസ് ടു മീറ്റ് യു. കുട്ടി എന്ത് ചെയ്യുന്നു? രുദ്രൻ അവൾക്ക് നേരെ കൈ നീട്ടി. വെളുത്ത നീണ്ട അവളുടെ കൈവിരലുകൾ തൻ്റെ കൈകളിൽ സ്പർശിച്ചതും രുദ്രനിൽ ആദ്യമായി നിർവചിച്ചറിയാൻ പറ്റാത്ത എന്തോ വികാരം ഉടലെടുത്തു. മോഹിനിക്കാണെങ്കിൽ രുദ്രൻ്റെ ചോദ്യം കേട്ട് നെഞ്ച് പടപടാ മിടിക്കാൻ തുടങ്ങി. പറയേണ്ട കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്തിരുന്നു എങ്കിലും അവൻ്റെ പെട്ടെന്നുള്ള ചോദ്യത്തിൽ അവളൊന്ന് പകച്ചു പോയിരുന്നു. ദേവു മോൾക്ക് മോഡലിംഗ് ചെയ്യാൻ നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്. നാട്ടിലേക്കാളും ഇവിടെ മുംബൈയിൽ അതിനുള്ള അവസരം ഒരുപാടുണ്ടല്ലോ. ബട്ട് ഇവളുടെ പപ്പാക്ക് ഇതൊന്നും ഇഷ്ടമില്ല. ഒറ്റമോൾ ആയതുകൊണ്ട് ഹീ ഈസ് വെരി പ്രൊട്ടക്റ്റീവ് ഓഫ് ഹെർ. രുദ്രൻ്റെ ചോദ്യത്തിന് രാധികയാണ് ഉത്തരം നൽകിയത്. പക്ഷേ ഇവൾക്ക് മോഡലിംഗ് ഭയങ്കര ഫാഷനാ. ഇവിടേക്ക് വരണമെന്ന് പറഞ്ഞ് വാശിയായിരുന്നു. പക്ഷേ പരിചയമില്ലാത്ത സ്ഥലത്തേക്ക് ഇവളെ ഒറ്റയ്ക്ക് അയക്കാൻ പാരൻസിന് ഭയങ്കര മടി. എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അതിനെന്താ മോളെ ഇങ്ങോട്ട് വിട്ടേക്ക്, ഇവിടെ ഞാനുണ്ടല്ലോ എന്ന്. വളരെ തന്മയത്തോടെ രാധിക കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ രുദ്രനെ തന്നെ നോക്കിക്കാണുകയായിരുന്നു അവൾ. ഫോർമൽ വിയറിൽ അതിസുന്ദരനായ ഒരു പുരുഷൻ. 6 അടിയോളം ഉയരം കാണും. വെളുത്ത ലിനൻ ഷർട്ടിനുള്ളിലെ ഉറച്ച ശരീരം കണ്ട് അവളിൽ പരിഭ്രമം നിറഞ്ഞു. തലേ ദിവസം മോഹിനിയെ വിശ്രമിക്കാൻ വിട്ട രാധിക തിരികെ എത്തിയപ്പോൾ സന്ധ്യയായിരുന്നു. വന്നതേ നേരത്തെ തന്നെ മിനഞ്ഞുവെച്ച കഥ തത്തയെ പഠിപ്പിക്കുന്ന പോലെ അവളെ പഠിപ്പിച്ചു. ശേഷം രുദ്രൻ്റെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളെക്കുറിച്ചുമുള്ള ഒരു നീണ്ട ക്ലാസ് തന്നെ ആയിരുന്നു. രാവിലെ മാർഷനിൽ നിന്ന് ഇറങ്ങുമ്പോഴും രുദ്രനോട് എന്തു പറയണം പറയരുത് എന്നൊക്കെ ഒരു ക്ലാസ് നൽകി ധൈര്യം കൊടുത്തിരുന്നു. എന്നാൽ രുദ്രനെ കണ്ടതേ രാധിക നൽകിയ ധൈര്യം മുഴുവൻ ചോർന്നു പോയിരുന്നു. ഇതിപ്പോൾ ഇയാളെ വശീകരിക്കുന്നതിന് പകരം ഇയാൾ എന്നെ വശീകരിക്കുമല്ലോ, അവൾ ഓർത്തു. ദേവിക എവിടെയാ സ്റ്റേ ചെയ്യുന്നത് എന്നൊക്കെ അവളെ ചിന്തയിൽ നിന്നും ഉണർത്തിക്കൊണ്ട് രുദ്രൻ്റെ ചോദ്യമെത്തി. ഞാൻ. എന്നാൽ അവൾ പറഞ്ഞു തുടങ്ങും മുമ്പേ രാധിക അതിനുള്ള ഉത്തരം നൽകാൻ തുടങ്ങി. അത് പിന്നെ ഈ ബിൽഡിങ്ങിൽ തന്നെ ഒരു അപ്പാർട്ട്മെൻറ്റ് ശരിയാക്കി കൊടുക്കാമെന്നാ ഞാൻ പറഞ്ഞത്. ഒക്കെയും അറേഞ്ച് ചെയ്തതായിരുന്നു. ബട്ട് ലാൻഡ് ലോർഡിന് കുറച്ച് പ്രശ്നങ്ങൾ.
സോ അപ്പാർട്ട്മെൻറ്റ് റെഡിയാക്കാൻ കുറച്ച് ടൈം എടുക്കുമെന്ന്. സോ അതുവരെ മോളെ ഇവിടെ നിൻ്റെ കൂടെ താമസിക്കാമോ? വാട്ട്? രാധികയുടെ ചോദ്യത്തിൽ രുദ്രൻ ഞെട്ടിത്തരിച്ചുപോയി. വാട്ട്? രുദ്രൻ്റെ അലർച്ചയിൽ ഞെട്ടിപ്പോയിരുന്നു മോഹിനി. എന്താ രുദ്ര ഇത്? മോള് പേടിച്ചുപോയി. മമ്മ ഒന്ന് വന്നേ, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. ദേവു മോൾ ഇവിടെ ഒന്ന് വെയിറ്റ് ചെയ്യൂ, ആൻറ്റി ഇപ്പോൾ വരാം. രുദ്രനു പിറകെ റൂമിലേക്ക് നടക്കുമ്പോൾ എങ്ങനെയും അവനെക്കൊണ്ട് മോഹിനിയെ അവിടെ താമസിപ്പിക്കാൻ സമ്മതിപ്പിക്കണമെന്ന് അവർ മനസ്സിൽ കണക്കുകൂട്ടി. മമ്മ, ഇതെന്തൊക്കെയായി പറയുന്നേ? ഇത് ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്ന അപ്പാർട്ട്മെൻ്റല്ലേ. ഇവിടെ ഞാൻ എങ്ങനെ ഒരു പെൺകുട്ടിയെ താമസിപ്പിക്കും? റൂമിലെത്തിയതും രുദ്രൻ അവൻ്റെ അമർഷം പ്രകടിപ്പിച്ചു. ഓ ഗോഡ്, അതിനിപ്പോൾ എന്താ രുദ്ര? ഒരാണും ഒരു പെണ്ണും ഒരുമിച്ച് താമസിച്ചു എന്ന് പറഞ്ഞ് ഇവിടെ ഭൂകമ്പമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ചില സമയത്ത് നീ ഭയങ്കര പഴഞ്ചനാ രുദ്ര. മമ്മ എന്തൊക്കെ പറഞ്ഞാലും ഇതൊന്നും ശരിയാവില്ല. അതുമാത്രവുമല്ല, എൻ്റെ പ്രൈവസിയിൽ വേറൊരാൾ വരുന്നത് എനിക്കിഷ്ടമില്ല. പക്ഷേ മോനെ, ഞാൻ പറഞ്ഞില്ലേ, ദേവു മോളുടെ പാരൻസ് എന്നെ വിശ്വസിച്ചാ അവളെ ഇങ്ങോട്ടാ വിട്ടത്.